ആരോഗ്യം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീകല, കൊച്ചി ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റാണ്. നമ്മളിന്ന് പ്രതിപാദിക്കുന്ന വിഷയം കുട്ടികളിൽ ആരോഗ്യപരമായിട്ട് എങ്ങനെ സെൽഫോൺ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സാധാരണയായിട്ട് ഇതിൻ്റെ അമിത ഉപയോഗം മൂലം ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ശാരീരികമായിട്ടുള്ള പാർശ്വഫലങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ണുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ തന്നെയാണ്. കണ്ണുകൾക്ക് അമിതമായിട്ടുള്ള സെൽഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന പാർശ്വഫലങ്ങളെ നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നുള്ള ഒരു പേരിലാണ് അത് പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ഐ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്, കണ്ണുകൾക്ക് വേദന അനുഭവപ്പെടുന്നു, തലവേദന അനുഭവപ്പെടുന്നു, കണ്ണുകൾ ഡ്രൈ ആകുന്നു, കണ്ണുകൾക്ക് വരൾച്ച ഉണ്ടാകുന്നു, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളെല്ലാം കൂടെ ചേർന്നതാണ്. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുന്നു. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗർഭിണികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആ കുട്ടികൾക്ക് പിന്നീട് തലവേദന കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുവെന്ന് ചില രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിരന്തരമായിട്ടുള്ള കണ്ണിന് അസ്വസ്ഥത ഈ കുട്ടികളിൽ അനുഭവപ്പെടുന്നുണ്ട്. കണ്ണിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതിനനുസരിച്ച് കണ്ണുനീർ ഗ്രന്ഥികളിൽ നിന്ന് കൂടുതൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുകയും അത് നിരന്തരം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നതിന് കാരണമാകുന്നുണ്ട്. ഇതെല്ലാമാണ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കുറയ്ക്കുന്നതിനായിട്ട് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ചില ലക്ഷണങ്ങൾ ചിലപ്പോൾ കാണിക്കാറുണ്ട്. അതിലൊന്ന് കൂടെ കണ്ണ് തിരുമ്പുക, കൂടെ ഇമ വെട്ടിക്കൊണ്ടിരിക്കുക, ഫ്രീക്വൻറ്റ് ബ്ലിങ്കിങ്, അതായത് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, തലവേദന കംപ്ലയിൻറ്റ് ചെയ്യുക, അതുപോലെ മങ്ങൽ അനുഭവപ്പെടുക എന്ന് നമ്മളോട് കംപ്ലയിൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഐ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ എല്ലാ കുട്ടികളെയും വർഷത്തിലൊരു തവണ നമ്മൾ കണ്ണുകൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ ഐ സ്ട്രെയിൻ പൊതുവെ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, കുട്ടികളിൽ അമിത ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ശരിക്കും പറഞ്ഞാൽ അവരെ സ്ക്രീനുമായിട്ട് എക്സ്പോസ് ചെയ്യാതിരിക്കുക തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് കൈക്കുഞ്ഞുങ്ങളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുന്ന ഒരു കാലമാണ്. അത് ഒട്ടും തന്നെ അഭികാമ്യമല്ല. അറ്റ്ലീസ്റ്റ് 2 വയസ്സ് വരെയെങ്കിലും തീർത്തും അത് അവോയ്ഡ് ചെയ്യുക. ഐഡിയലി ശരിയായി പറഞ്ഞാൽ 3 വയസ്സ് വരെ തന്നെ സ്ക്രീനുമായിട്ട് എക്സ്പോഷർ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് കുട്ടികൾക്ക് നല്ലത്. പിന്നെ 16 വയസ്സ് വരെ കുട്ടികളുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു ഉപയോഗത്തിന് ഒരു മൊബൈൽ കൊടുക്കാതെ ഇരിക്കുക. അത് ഈ 2 കാര്യങ്ങൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഫോൺ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ അവരുപയോഗിക്കുന്ന റൂമിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇലുമിനേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഏറ്റവും അഭികാമ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഫോൺ സൈസ്, ലെറ്റേഴ്സിൻ്റെ ഫോൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു പവറിൻ്റെ പ്രശ്നം, അതായത് ഹ്രസ്വദൃഷ്ടി അല്ലെ വിഷമദൃഷ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളിലാണെങ്കിൽ കറക്റ്റ് പവറിൽ കണ്ണാടി ഉപയോഗിക്കുക. അത് തന്നെ ഈ ഒരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ഉള്ള, അതായത് ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ലെൻസസ് ഉപയോഗിക്കുക. മൊബൈലിൻ്റെ ഉപയോഗം ഫേസ്ഡായിട്ട് ഉപയോഗിക്കാൻ ശീലിപ്പിക്കുക. അതായത് ഒരു സെഷനിൽ 30-40 മിനിറ്റ് മാത്രം ഉപയോഗിക്കുക. അതുപോലൊരു വിനോദോപാധി എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും കുട്ടികളുടെ കയ്യിലേക്ക് അത് ചെല്ലാതിരിക്കുക. കാരണം അത് അവരുടെ പഠനത്തിലും അവർക്ക് ശ്രദ്ധ കുറയും. ഇവർ യൂട്യൂബ് കാണുന്നതോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതോ ഗെയിം കളിക്കുന്നതോ ഗണിതം പഠിക്കുന്നതിലോ അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നതിലോ കൂടുതൽ ഇൻട്രസ്റ്റ് അവർക്ക് അതിലേക്ക് വരികയും അങ്ങനെ പഠനത്തിൽ അവർ പുറകോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസ്ഡായിട്ട് മാത്രം ഉപയോഗിക്കുക. അതല്ല, മുതിർന്ന കുട്ടികളിലെ പഠന ആവശ്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരു 30 മിനിറ്റിനുള്ളിൽ ഒരു കുറേ സമയം പുറത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറാനോ അവരെ എൻകറേജ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും ഐ സ്ട്രെയിൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ചില പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിലെ ഉറക്കക്കുറവ് ഒരു പ്രധാന
ഉറക്കക്കുറവിന് ഒരു പ്രധാന കാരണമായിട്ട് ഈ മൊബൈൽ ഫോൺ ഉപയോഗം വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, പിന്നെ നിരന്തരം ഇതിൽ നോക്കിയിരുന്ന് ഇൻവോൾവ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ ശ്രദ്ധ മാറിപ്പോകുന്നത്. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് സാധാരണഗതിയിൽ സൂര്യപ്രകാശത്തിൽ നമുക്ക് ഉള്ള ലൈറ്റ്, പ്രകൃതിയിൽ ഉള്ള ലൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറ് എപ്പോഴും ഒരു ജാഗ്രതാവസ്ഥയിലാണ് സൂര്യപ്രകാശം ഉള്ളപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാലോ അല്ലെ രാത്രിയിലും ഇതേ ബ്ലൂ ലൈറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഒരു സോഴ്സായിട്ടുള്ളപ്പോൾ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു നാച്ചുറൽ ലൈറ്റ് പോലെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഉറക്കം ഇല്ലായ്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിലേക്ക്, ഒരു ഗാഠനിദ്രയിലേക്ക് പോകുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഉറക്കക്കുറവ് ഒരു പ്രധാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും അമിത ഉപയോഗം ഉറക്കക്കുറവിന് കാരണമാകുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ പൊണ്ണത്തടിക്ക് ഒരു പ്രധാന കാരണമായിട്ട് മൊബൈലിൻ്റെ അമിത ഉപയോഗം മാറിയിരിക്കുകയാണ്. അവർ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ നിരന്തരമായിട്ട് വളരെ ദീർഘനേരം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വ്യായാമമില്ലാതെ വരികയും അവരറിയാതെ തന്നെ ഭക്ഷണക്രമം ശരിയായി പാലിക്കാതെ അറിയാതെ തന്നെ പല കാര്യങ്ങളും കഴിക്കുകയൊക്കെ ഇടയാവുന്നതുകൊണ്ട് പൊണ്ണത്തടി കൂടുന്നു. ആ പൊണ്ണത്തടി പിന്നീട് അവരുടെ ജീവിതത്തിലെ പ്രമേഹം, രക്താതിസമ്മർദ്ദം, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇതിനൊക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഉണ്ടാകുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ റെറ്റിന, അതായത് നേത്രപടലത്തിൻ്റെ കോശങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതും കാലക്രമേണ ചിലപ്പം കൂടുതൽ സിവിയറായിട്ടുള്ള ക്ഷതങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും നിരന്തരമായ ഉപയോഗം കൊണ്ട്. പിന്നീട് അടുത്തതായിട്ട് പറയാനുള്ള ഇതിൽ നിന്ന് ഉണ്ടാകുന്ന മൈക്രോവേവ് റേഡിയേഷൻ. ഈ മൈക്രോവേവ് റേഡിയേഷൻ തലച്ചോറിന് ക്ഷതമേൽപ്പിക്കുന്നതായിട്ട് പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. അത് മുതിർന്നവരിലും പ്രത്യേകിച്ച് കുട്ടികളുടെ തലച്ചോറിൽ. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മളിത് കൂടുതൽ സമയം സംസാരിക്കേണ്ടിയൊക്കെ വരുമ്പം ചെവിയോട് അടുത്ത് പിടിക്കാതെ ഇയർഫോൺ യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തോ അതല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ ഉപയോഗിച്ചോ സംസാരിക്കുന്നത് കൂടുതൽ തലച്ചോറിനോട് കൂടുതൽ അടുത്ത് വെച്ച് ഈ മൈക്രോവേവ് റേഡിയേഷൻ ഒരു എക്സ്പോഷർ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തന്നെയുമല്ല, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ തലയിണയുടെ അടിയിൽ സെൽഫോൺ വെച്ച് ഉറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പാടില്ല. അഥവാ നമ്മുടെ അടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എത്തുന്ന ദൂരത്തെ മാറ്റി ഒരു 20 ഡിഗ്രിയെങ്കിലും നമ്മുടെ തലയുടെ ലെവലിൽ നിന്ന് താഴ്ത്തി മാത്രമേ സെൽഫോൺ വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അത് ദൂരീകരിക്കുന്നതിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ തന്നെ ഇതിനൊരു മാതൃകയാവേണ്ടതാണ്. ഇതിൻ്റെ ഉപയോഗത്തിൽ അവർ തന്നെ ഈ ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെയും ഒരു ആകർഷിതരായിട്ട് അവർ തന്നെ എപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് തന്നെയാണ് മാതൃകയാവുന്നത്. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എല്ലാ തരത്തിലും ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് 1-1.5 മണിക്കൂർ മുൻപ് തന്നെ നമ്മൾ ഈ ഫോണിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെയോ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തിവെക്കണം. കുട്ടികൾ ഈ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വായിക്കാതെ കൂടുതലും ബുക്സ് വായിക്കാൻ അവരെ എൻകറേജ് ചെയ്യുക. എല്ലാ ദിവസവും നടക്കുക, കുറച്ച് സമയമെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുക, പുറമേ ഉള്ള കളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുക. പിന്നെ നമ്മൾ വീടിനകത്ത് കുട്ടികളുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്ത് സ്കൂളിൽ വിടാതിരിക്കുക. അത് അധ്യാപകരും പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ശ്രദ്ധ വളരെയധികം കുറയും. അധ്യാപകർ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഈ മൊബൈൽ വെച്ചിട്ട് മറ്റ് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈലിൽ മറ്റ് വീഡിയോ ഗെയിം കാണുകയോ മറ്റ് യൂട്യൂബ് ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ അവർ പഠനത്തിൽ ഏകാഗ്രത കുറയുകയും അത് പിന്നീട് അവർക്ക് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. വേറെ ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്നത് ഇവർ ഇതിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് കൊണ്ട് ഒരു ഫേസ് ടു ഫേസ്, അതായത് മുഖാമുഖമുള്ള ഒരു സോഷ്യൽ
ഇടപെടലിനുള്ള ചാൻസ് വളരെ കുറയുന്നു. അത് വീട്ടിനകത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും പുറമേ ആയാലും ആ ഒരു ഇടപെടലിനുള്ള ചാൻസ് കുറയുന്നു. പിന്നെ നമ്മൾ അവർ പ്രകൃതിയിൽ ഉള്ള കാര്യങ്ങളൊന്നും ശരിക്കും കണ്ടുപിടിക്കാനുള്ള ഒരു ചാൻസ് കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും സ്വയം തന്നിലേക്ക് ചുരുങ്ങുന്ന ഒരു പ്രവണത കുട്ടികളിൽ ഇതുകൊണ്ട് തന്നെ കണ്ടുവരുന്നുണ്ട്. പിന്നെ കുട്ടികളിലെ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അതൊരു വലിയ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഇപ്പം നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കാണാറുണ്ട് 5-6 വയസ്സുള്ള കുട്ടികൾ വരെ ആത്മഹത്യയിൽ അവസാനിക്കുന്നു. ചില യങ്സ്റ്റേഴ്സ് സ്വന്തം മാതാപിതാക്കൾ തന്നെ കൊലപാതകങ്ങൾ ചെയ്യുന്ന വാർത്തകൾ. ഇതൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് സ്മാർട്ട് ഫോൺ അഡിക്ഷന്, ഗെയിം, അതിലുള്ള ഗെയിമിൽ വരുന്ന അഡിക്ഷന് ഇതുകൊണ്ട് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ ഏജിന് ചേരാത്ത വിധത്തിലുള്ള ഉള്ളടക്കങ്ങളിലേക്ക്, സമൂഹ മാധ്യമങ്ങളിലേക്ക് അവർ പോകുകയും അതുകൊണ്ട് വരുന്ന അവരുടെ ഒരു വൈകാരികവും മാനസികവുമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാവുകയും അതിൽ നിന്ന് ഉള്ള വിഷാദ രോഗങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഉത്കണ്ഠ അങ്ങനെയുള്ള പല മാനസിക പിരിമുറുക്കങ്ങളും അവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ പല കുട്ടികളും സൈബർ ബുള്ളിയിങ്ങിന് ഓൺലൈൻ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്നുണ്ട്. പലപ്പോഴും രക്ഷിതാക്കളോ അധ്യാപകരോ അതൊക്കെ അറിയാതെ പോകുന്നുണ്ട്. വളരെ ഒരു വൈകിയ വേളയിലായിരിക്കും ഇതൊക്കെ രക്ഷിതാക്കൾ അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാനാവിധമായ ദോഷങ്ങൾ ഇതുകൊണ്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു ശ്രദ്ധ, കുട്ടികൾ എങ്ങനെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിലേക്കുള്ള ഒരു ശ്രദ്ധയും അവരെ ഇത് എങ്ങനെ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് ഭാവിയിൽ പല ദൂഷ്യ വശങ്ങളും ഇതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതും അവരെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വീട്ടിനകത്ത് തന്നെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് ഇത് എപ്പോഴും അവരുടെ ഒരു പഠനോപാധി എന്നുള്ള നിലയ്ക്കും മറ്റ് അവർക്ക് വിനോദോപാധി എന്നുള്ള നിലയ്ക്കും ഒക്കെ ആരോഗ്യപരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും തന്നെയാണ്. നന്ദി, നമസ്കാരം.